പ്രഭാത കിരണങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതയും ഒഴിവാകുന്നു. ഒപ്പം തന്നെ അമിതവണ്ണമെന്ന നമ്മുടെ ഒരു വിഷമത്തെയും ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരത്തിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതല്ല സൂര്യ നമസ്കാരം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും വിശ്വാസമുള്ളവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും സൂര്യ നമസ്കാരം ഒന്നുപോലെ പ്രാധാന്യപ്പെട്ടതാണ്. നമ്മൾ വെളിയിലുള്ള സൂര്യനെ നമ്മൾ നമസ്കരിക്കുക അല്ല ചെയ്യുന്നത്. നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരും വെളിയിലുള്ള സൂര്യനെ പറ്റി ചിന്തിക്കുമ്പോൾ വെളിയിൽ സൂര്യനും ചന്ദ്രനുമുണ്ട്. അവ സ്വാഭാവികമായും അവ പരസ്പരം അടുക്കുകയും അകലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടുക്കുകയും അകലുകയും ചെയ്യുമ്പോൾ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവാറുണ്ട്. ഈ വേലിയേറ്റവും വേലിയിറക്കവുമാണ് മാലിന്യങ്ങളെ നീക്കം ചെയ്യപ്പെടാൻ സഹായിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു മാർഗം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ സൂര്യനെ പറ്റിയാണ്. ഉള്ളിലെ സൂര്യൻ എന്ന് പറയുന്നത് സോളാർ പ്ലെക്സ്, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട ഇവിടെ രാസാഗ്നികളുണ്ട്, ദഹന രസങ്ങളുണ്ട്. ഈ സൂര്യനെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ സൂര്യനും നമ്മുടെ ഉള്ളിലെ ചന്ദ്രനുമാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനമാണ്, ബുദ്ധിയുടെ സ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ സൂര്യനെയും ചന്ദ്രനെയും പരസ്പരം അടുപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ദഹനരസങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു. അവിടെ എൻഡോക്രൈൻ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നെർവ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തെയും നാഡീ വ്യവസ്ഥയും അന്തസ്സായ വ്യവസ്ഥയും നാഡീ വ്യവസ്ഥയും പരസ്പരം ഏകോപിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് വേലിയേറ്റം ഉണ്ടാകുന്നു. അതായത് എല്ലാ ഭാഗങ്ങളിലേക്കും രക്തപ്രവാഹം നല്ല രീതിയിൽ പോവുകയും അവിടെയുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ഒരു പുനർജീവനം അല്ലെങ്കിൽ റിജുനേഷൻ നടക്കുന്നുണ്ട്. അതാണ് സൂര്യ നമസ്കാരത്തിൻ്റെ ശാസ്ത്രീയത. നിവർന്നു നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കൈകൾ ഉയർത്തുക, ഹസ്ത ഉദ്ദാനാസനം. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് സാവധാനം കൈകൾ താഴ്ത്താം, പാദ ഹസ്താസനം. അതിനുശേഷം നമുക്ക് വലതുകാൽ പുറകിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് വിടാം, അശ്വ സഞ്ചലനാസനം. രണ്ടാമത്തെ കാലും പുറകിലേക്ക് കൊണ്ടുവരാം, ചതുരംഗ ദണ്ഡാസനം. തുടർന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് ശശങ്കാസനം. തുടർന്ന് നമുക്ക് ദണ്ഡ നമസ്കാരത്തിലേക്ക് പോകാം, നിവർന്ന് കിടക്കാവുന്നതാണ്. അതിനുശേഷം കൈകൾക്ക് ബലം കൊടുക്കാതെ നട്ടലിന് ബലം കൊടുത്തുകൊണ്ട് സാവധാനം ഉയരാം. അതിനെ ഭുജംഗാസനം എന്നാണ് പറയുക. തുടർന്ന് നമുക്ക് പർവ്വതാസനം ചെയ്യാം, അരക്കെട്ട് സാവധാനം ഉയർത്തുക. തുടർന്ന് നമുക്ക് വീണ്ടും ശശങ്കാസനത്തിലേക്ക് വരാം. ശശങ്കാസനം ചെയ്തതിന് ശേഷം തുടർന്ന് ഇടതുകാൽ തിരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക, വലതുകാൽ മുന്നോട്ട് കൊണ്ടുവരിക. സാവധാനം പാദഹസ്താസനം ചെയ്തതുപോലെ തന്നെ ചെയ്ത് നിവർന്ന് നമസ്കരിച്ച് സൂര്യ നമസ്കാരം അവസാനിപ്പിക്കാവുന്നതാണ്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കൗമാരക്കാർക്കിടയിലുള്ള വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും അമിതവണ്ണവും എന്ന വിഷയമാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കറിയാം, ഈ